ഇത് നമുക്കറിയാം, ഇതിപ്പോൾ ദുരന്തം സംഭവിച്ചിട്ട് ഏതാണ്ട് ഒരു വർഷവും 2 മാസമായി. നിരന്തര സമ്മർദ്ദം, അതായത് ഞങ്ങളെ ആക്ഷൻ കമ്മിറ്റീൻ്റെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദം, സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള കേന്ദ്രത്തിന് ഉള്ള സമ്മർദ്ദം ഞാൻ പറയുന്നത്, സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദം, എംപിമാരുടെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദം, അതുപോലെ തന്നെ കോടതിൻ്റെ ഭാഗത്തു നിന്നും സമ്മർദ്ദം. എന്നിട്ട് പോലും വെറും 260 കോടിയാണ് തന്നിട്ടുള്ളത്. ഇത് ഞങ്ങൾ വയനാട്ടിലെ ദുരന്തബാധിതർക്ക് സഹായിച്ചു എന്ന് പറയാൻ വേണ്ടി മാത്രം ചെറിയൊരു തുക തന്നു എന്നല്ലാതെ ഇതൊരിക്കലും എന്താ പറയുക, ദുരന്തബാധിതർക്കുള്ള ഒരു 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 നല്ല രീതിയിലുള്ള ഒരു പരിഗണനയായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നില്ല. കാരണം 2200 കോടിയാണ് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടുള്ളത്. അത് ടൗൺഷിപ്പിൻ്റെ പ്രവർത്തനവും ഭാവി ടൗൺഷിപ്പിലേക്ക് ഞങ്ങളിപ്പോൾ ചൂരൽമലയിൽ നിന്ന് ഇങ്ങോട്ട് പറിച്ചു നടുമ്പോൾ ഭൂരിപക്ഷം ആളുകൾക്കും തൊഴിലുണ്ടാവില്ല. ഇവിടെ പുതിയ തൊഴിലും കാര്യങ്ങളൊക്കെ കണ്ടെത്തണം. ആ കണ്ടെത്താനുള്ള ഇവിടെ പുനരധിവാസം കഴിഞ്ഞിട്ടും 1 വർഷത്തോളം ഞങ്ങളെ സർക്കാർ നോക്കേണ്ടി വരും. കാരണം നിരവധി ആളുകൾക്ക് ജോലിയില്ല. അപ്പോൾ അതൊക്കെ ഉറപ്പുവരുത്തണം. അതിനൊക്കെ സാമ്പത്തിക ചെലവുണ്ട്. പിന്നെ അവിടെ ഉരുളെടുത്ത ഭാഗങ്ങളുണ്ടല്ലോ ചൂരൽമല, അവിടെ ബാക്കി കുറേ ആളുകൾ താമസിക്കുന്നുണ്ട്. അവർക്കും കൂടി അവിടുത്തെ വികസന പ്രവർത്തനങ്ങളും കാര്യങ്ങളും വലിയ തുകകൾ ആവശ്യമുണ്ട്. അപ്പോൾ ഇത് ഒരിക്കലും എന്താ പറയുക, ദുരന്തബാധിതർക്ക് സന്തോഷകരമായ ഒരു എമൗണ്ട് അല്ല. അത് മാത്രമല്ല, മറ്റ് പല സ്റ്റേറ്റുകളും, ഇപ്പോൾ പഞ്ചാബിനാണെങ്കിലും ഹിമാചൽ പ്രദേശിനാണെങ്കിലും ആന്ധ്രയ്ക്കാണെങ്കിലും ഒക്കെ വാരിക്കോരിയാണ് കൊടുക്കുന്നത്. അത് യാതൊരുവിധ സമ്മർദ്ദവും ഇല്ലാതെ വാരിക്കോരിയാണ് കൊടുക്കുന്നത്. അവിടെയൊക്കെ ചെറിയ ദുരന്തങ്ങൾ സംഭവിച്ച 1 മാസത്തിനുള്ളിൽ തന്നെ ഈ തുക പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ ഒരു വർഷം 2 മാസമായി ഇതുവരെ തന്നിട്ടില്ല. ഇത് വയനാടിനൊരു എമൗണ്ട് കൊടുത്തു എന്ന് പറയാൻ വേണ്ടി മാത്രമുള്ളൊരു തുകയായിട്ടാണ് നമുക്ക് തോന്നുന്നത്.